ജ്ഞാനം 1:16. അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു. അതിനോട് ചേരാൻ അവർ യോഗ്യരാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് എത്രയോ വലിയവനും സർവശക്തനുമാണ്. അങ്ങയുടെ സ്നേഹം എത്രയോ അനന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. കർത്താവേ, ഓരോ വാക്കും പ്രവൃത്തിയും അങ്ങയുടെ ഹിതപ്രകാരമായിരിക്കുവാൻ ഈശോയെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ അധരങ്ങളെ, ഹൃദയങ്ങളെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. നമ്മുടെ കർത്താവ് ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കുരിശിൻ ചുവട്ടിലെ ക്രൂശിതന്റെ സമ്മാനത്തിന് പത്തരമാറ്റിന്റെ അഴകുണ്ട്. കുരിശിൻ ചുവട്ടിൽ ജീവിതഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ ക്രൂശിതൻ നൽകിയ ദാനമാണ് പരിശുദ്ധ അമ്മ. ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ എന്റെ സ്വന്തമാകട്ടെ. ആമേൻ. മാതാവേ, നിൻ പുഞ്ചിരിയഴകിൻ രഹസ്യമെന്ത്? പാരിന്റെ അമ്മയായി വാഴുന്നതിലാണോ? പാലാഴി പോലെ നിൻ സ്നേഹത്തിലോ? രഹസ്യമെന്ത് അമ്മേ ചൊല്ലിടു നീ? രഹസ്യമെന്ത് അമ്മേ ചൊല്ലിടു നീ? പൂപ്പോലഴകുള്ള മാതാവേ,